ഹലോ ഗായ്സ്, ലില്ലി ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാനൊരു നാരങ്ങ അച്ചാറിടാമെന്ന് വിചാരിച്ചു കേട്ടോ. നിങ്ങളത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ വലിയ കമ്പിളി നാരങ്ങ പോലത്തെ വലിയ നാരങ്ങ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ കായ്ച്ച നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ ഈ നാരങ്ങ പുളിയും ഉപ്പും കൂടെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങയാണ് കേട്ടോ. വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് ഉപ്പ് നല്ല കട്ട ഉപ്പിടണം കേട്ടോ. നല്ല കഴിക്കുന്ന ഉപ്പിട്ടാൽ നമ്മൾ അച്ചാറിട്ട് കഴിയുമ്പോൾ ആ പരുവത്തിന് ഉപ്പ് അത് പിടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ പച്ചമുളകും വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ ഇട്ട് പാകത്തിന് വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ നാരങ്ങ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മുളക് പൊടിയൊക്കെ ചൂടാക്കി ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഇപ്പോൾ എനിക്ക് ഒത്തിരി നാരങ്ങ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വിചാരിച്ച എണ്ണ ഇത്തിരി കൂടുതൽ ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഉലുവ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ, ചൂടാക്കി. ഉപ്പ്, പിന്നെ കടുക്. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയോ അപ്പോൾ എണ്ണ ചൂടായില്ല. ഞാൻ കായ അതിലിട്ട് കൊടുക്കാനാട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് കട്ടക്കായ ആയതുകൊണ്ട് ഇപ്പോൾ എണ്ണയിലിടുമ്പോൾ നല്ല മൊരിഞ്ഞ് വരുന്ന അതിനെ പൊടിച്ചെടുക്കാം. മൊരിഞ്ഞ് വരുന്ന കായത്തിന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിന് എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അച്ചാറിന് കട്ടക്കായമാണ് നല്ലത് കേട്ടോ. നല്ല മണമായിരിക്കും കേട്ടോ. മറ്റേ പൊടിക്കായത്തിനേക്കാളും മണം കട്ടക്കായത്തിന്. തീ കുറച്ചു. ഞങ്ങളുടെ വീട്ടിലുണ്ടായ നാരങ്ങയാണ് കേട്ടോ. നല്ല ഫ്രഷായ നാരങ്ങ, വളമൊന്നും ചേർക്കാത്ത. ഈ കായ ഞാൻ ഇതിന് പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ. പൊടിച്ച് ചേർത്ത് നാരങ്ങയിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടുകും ഇതെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ സാധാരണ മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടിയൊന്നുമില്ല, എന്നാലും സാധാരണ മുളക് പൊടി. ഇപ്പം ഞാൻ അതിനെ ഇറക്കി വെച്ചിട്ടിടാം. അതെന്നുണ്ടെങ്കിൽ
ഞാനത് ഇറക്കി വെച്ചിട്ടിടാം. അല്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും കേട്ടോ. അപ്പം ഞാനത് ഒന്നിത്തിരി മുളക് പൊടി പാകത്തിനിടാം. അപ്പോൾ നമ്മൾ തീയിൽ തന്നെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അതങ്ങ് കറുത്ത കളറായിപ്പോയി പിന്നെ നാരങ്ങയുടെ ഇത് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടാം. നമുക്ക് പാകത്തിന് മുളക് പൊടി ഇടാം. കാരണം നാരങ്ങ എനിക്ക് ഒത്തിരി നാരങ്ങയുണ്ട് കേട്ടോ. ഇത്തിരി അതിൻ്റെ ഞാൻ ഇതിൽ ചാറായിട്ട് വെള്ളമായിട്ട് അങ്ങനെ ഒന്നും ഒഴിക്കാറില്ല. ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ ഒന്നും ഒഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത്തിരി മുളക് പൊടി ഞാൻ ഒത്തിരി ഇടും. എന്നാലേ ഈ അച്ചാറിന് ഇനി കുറച്ച് ഒരു സ്പൂണിൽ ഉലുവപ്പൊടിയാണ് കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഞാനിനി അടുപ്പിൽ വെച്ച് മുളക് പൊടി ഒന്ന് ചൂടാക്കി എടുക്കും. മുളക് പൊടി കുറച്ചുകൂടെ ഇടണം എന്നുണ്ട്. കാരണം നാരങ്ങ ഒരുപാടുള്ളത് കൊണ്ട് ഒത്തിരി മുളക് പൊടി ഇടാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ ചുവന്ന കളറിൽ വരണം കേട്ടോ നാരങ്ങയ്ക്ക്. ഇതിൽ ചാറായിട്ട് ഒന്നും ഒഴിക്കാറില്ല. നാരങ്ങ കായ ഒന്ന് പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇത്രയും ചതഞ്ഞ് മതി. കാരണം നമ്മൾ അച്ചാറിലങ്ങ് ഇട്ട് കഴിയുമ്പോൾ അതൊന്ന് ശരിയായിക്കോളും കേട്ടോ. ഇതിപ്പോൾ തന്നെ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞാനായതുകൊണ്ട് ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കാൻ വേറെ ആളില്ല. അപ്പോൾ ഞാൻ മാത്രം വീഡിയോ എടുക്കുന്നതും അച്ചാറിടുന്നതും എല്ലാം. അതായിപ്പോൾ അങ്ങനത്തെ ഇത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതാ കളർ കുറച്ചുകൂടെ ചുവന്നിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ചുവന്നിട്ടുണ്ട്. ഈ നാരങ്ങ നല്ല കയ്പ്പും ഉണ്ട് പുളിയും ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ വാളംപുളിയുണ്ടല്ലോ, വാളംപുളി ഈ നാരങ്ങ വേവിച്ചെടുക്കുന്ന സമയത്ത് വാളംപുളി ഉപ്പും കൂടെ പിഴിഞ്ഞൊഴിക്കണം കേട്ടോ അതിലോട്ട്. അത് ഉപ്പെന്ന് പറയുന്നത് നല്ല കയ്ക്കുന്ന ഉപ്പിടണം. ഇതിന് കയ്ക്കുന്ന ഉപ്പിട്ടാണ് ഈ നാരങ്ങ വേവിച്ചെടുക്കാൻ. കാരണം നാരങ്ങ വെന്ത് വരുന്ന സമയത്ത് ഈ കയ്പ്പ് കാണരുത്. അപ്പോൾ ഉപ്പിൻ്റെ കയ്പ്പ് നാരങ്ങയുടെ കയ്പ്പ് കാണാൻ പാടില്ല, ഉപ്പിൻ്റെ കയ്പ്പ് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നാരങ്ങ അച്ചാർ കൂട്ടുന്ന സമയത്ത് നല്ല ഉപ്പായിരിക്കാം. പക്ഷേ 2-3 ദിവസം കഴിയുമ്പോൾ ഈ നാരങ്ങ അച്ചാറിൽ പിന്നെ ഉപ്പ് പാകത്തിനെ കാണുള്ളൂ കേട്ടോ. കയ്പ്പെന്ന് പറയുന്നത് കാണില്ല കേട്ടോ. അപ്പോൾ ഞാൻ നാരങ്ങ ഇതിലോട്ട് ഒഴിക്കാം കേട്ടോ. നാരങ്ങ ഇത് നല്ല വെന്തുടഞ്ഞ നാരങ്ങയാണ് കേട്ടോ. അപ്പം ഞാൻ അച്ചാർ വയ്ക്കുമ്പോൾ കഷ്ണങ്ങളായിട്ടൊന്നും കിടക്കില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവരെനിക്ക് അച്ചാർ തരുമ്പോൾ നാരങ്ങ അങ്ങനെ തന്നെ ആ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കും കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഇത് നല്ല വെന്തുടയുമ്പോഴേ ഈ അച്ചാറിന് നല്ല കാണാൻ നല്ല ഭംഗിയോ കാണുള്ളൂ കേട്ടോ.
ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു വീട്ടിൽ നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നാരങ്ങ. അപ്പോൾ ഞാൻ ഇതുപോലെ അവരെനിക്ക് ഒരു നാരങ്ങ തന്നതിൻ്റെ അതിൻ്റെ വിത്ത് ഞാൻ ഇട്ടു, പിന്നെ മുളപ്പിച്ച് അങ്ങനെ എടുത്തു. അങ്ങനെ എനിക്ക് ഇപ്പോൾ ഒരു 3 വർഷം കൊണ്ട് എൻ്റെ നാരങ്ങയിൽ നാരങ്ങ കായ്ക്കുന്നു കേട്ടോ. നട്ടിട്ട് 8-9 വർഷം കഴിഞ്ഞു. നാടൻ്റെ ആണ് കേട്ടോ, നമ്മളെ സാധാരണ നാടനാണിത്. അപ്പോൾ ഞാനിവിടെ ഇത് നമ്മുടെ നല്ല വിലയുള്ള നാരങ്ങയാണ്. ഇപ്പോൾ നമ്മുടെ ചാല മാർക്കറ്റുകളിലൊക്കെ ഒരു നാരങ്ങയ്ക്ക് തന്നെ 70-80 രൂപയോളം വിലയുണ്ട് ഇതിൻ്റെ വലിപ്പം അനുസരിച്ചാണ് വില കേട്ടോ. അപ്പോൾ എൻ്റെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നമുക്ക് കുറവാണെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഉപ്പും എല്ലാം പാകത്തിനുണ്ട് കേട്ടോ. ഏതാണ് ഇപ്പം മുളക് പൊടി ഇത്ര ടീസ്പൂൺ മുളക് പൊടിയൊന്നോ അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മൾ നാരങ്ങ എത്ര നാരങ്ങ നമ്മൾ അച്ചാറിടുന്നുവോ അതനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇടാം കേട്ടോ. അപ്പോൾ 2 നാരങ്ങയ്ക്ക് 3 സ്പൂൺ മുളക് പൊടിയൊന്നും അങ്ങനെയൊന്നുമില്ല. ഇതെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ ഈ കറി വറ്റണം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കുറച്ചുകൂടെ ഇത് വറ്റി നല്ല ബ്രൗൺ കളറാവും കേട്ടോ. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഞങ്ങൾ അന്ന് തന്നെ ഇത് അച്ചാറിട്ട് അന്ന് തന്നെ ഞങ്ങളിത് കൂട്ടും കേട്ടോ. പക്ഷേ ഞാൻ ഒരുപാട് ഉപ്പ് ഇടുന്നത് കൊണ്ട് ഇതിൽ കയ്പ്പ് കാണില്ല. പിന്നെ വാളംപുളി ഒഴിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ പുളിയുടെ കയ്പ്പ് മാറുന്നതിനാണ്. നല്ല പുളി കിട്ടും. നമ്മുടെ നാരങ്ങയുടെ പുളിയല്ല, ആ പുളിയുടെ പുളിയും കൂടെ ചേരുമ്പോൾ നല്ല സൂപ്പർ അച്ചാറായിരിക്കും കേട്ടോ ഇത്. അതിന് തിളയ്ക്കണം, വെന്ത് വന്നാലേ പറ്റത്തുള്ളൂ. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, കളറ് കിട്ടാൻ. ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ ഈ അലുവ പോലെ ആയി വരണം. ഞാൻ ഈ നാരങ്ങ വയ്ക്കുമ്പോൾ കറിയായിട്ടൊന്നും വെക്കാറില്ല. ഇങ്ങനെ ഇത് ഇളക്കി നമ്മൾ അലുവ ഉണ്ടല്ലോ, ഹൽവ, അതിൻ്റെ ആ അലുവയുടെ മോഡലിൽ നല്ല കുറുകിയിരിക്കുന്ന അച്ചാറായിട്ട് ഞാൻ എടുക്കും കേട്ടോ. എനിക്ക് അതാണ് ഇഷ്ടം. കുറച്ച് ഉപ്പും പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക, പാകത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഉലുവ അതെല്ലാം നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കാം. കാരണം ഇത്ര സ്പൂണാണെന്ന് അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ. കായപ്പൊടി ഞാൻ 2 കട്ട കായമാണ്, 2 ചെറിയ കട്ടയാണ്. അപ്പോൾ അത് ഞാൻ 3 ചേർത്തിട്ടുണ്ട്. 3 കട്ട കായം ചേർത്തിട്ടുണ്ട് കേട്ടോ. എണ്ണയിലിട്ട് അത് പൊരിച്ചെടുത്തിട്ട് പൊടിച്ചിട്ടതാണ് കേട്ടോ. ഇത് കുറുകി വരണം, കുറച്ചുകൂടെ കുറുകി വരണം. നല്ല വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാ പച്ചമുളകൊക്കെ ഞാൻ അതിലിട്ട് വേവിച്ചെടുത്തതാണ്. കാരണം എന്താ, പച്ചമുളക് നാരങ്ങയും ഉപ്പും ഒക്കെ ഇട്ട് വേവിക്കും. പച്ചമുളകിലൊക്കെ നല്ല ഉപ്പായിരിക്കും, പിന്നെ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഈ നാരങ്ങ. ഇത് തിളച്ച് വരുന്നുണ്ട്. നല്ല പിന്നെ ഒരു കാര്യം, എൻ്റെ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം എനിക്ക് എൻ്റെ വീഡിയോയിൽ സബ്സ്ക്രൈബൊക്കെ കുറവാണ് കേട്ടോ. ഞാനൊരു 3 മാസമായി തുടങ്ങിയിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് കുറവാണ്. അപ്പോൾ എനിക്ക് ഈ കാണുന്ന നിങ്ങളെ
എൻ്റെ വീഡിയോയിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്, ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ വെറുതെ കാണരുത് ആരും. അപ്പോൾ എൻ്റെ ഈ നാരങ്ങ അച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ കുറച്ച് നാൾ കൊണ്ട് വിചാരിക്കുക കേട്ടോ ഈ നാരങ്ങയുടെ ഒരു വീഡിയോ ഇടാം, അച്ചാർ ഇടുന്ന വീഡിയോ ഇടണമെന്ന് ഞാൻ കുറച്ച് നാൾ കൊണ്ട് വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇന്ന് തോന്നി ഇന്ന് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിലെ കരിഞ്ഞു. അപ്പോൾ അതിന് കുറച്ചുകൂടെ കറി വറ്റണം. അത് ചാറ് വറ്റിയാലേ നമ്മൾ ചോറിലിങ്ങനെ തൊട്ട് വയ്ക്കുമ്പോൾ അവിടെ തന്നെ ഇരിക്കണം കേട്ടോ. അങ്ങനത്തെ രീതിയിൽ അച്ചാറിടണം. മുളക് പൊടിയും ഇടുവേ കേട്ടോ, കായപ്പൊടി, ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് കേട്ടോ, നല്ലെണ്ണയല്ല. എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഇല്ല, അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് കേട്ടോ. വിചാരിച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകൊക്കെ ഉണ്ട്. കാരണം ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ, ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോൾ നല്ല മണമായിരിക്കും കേട്ടോ അച്ചാറിന്. തീ കുറച്ച് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നതാണ് കേട്ടോ. നാരങ്ങ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഞാൻ കാണിച്ചു തരാം, കുറച്ചുകൂടെ നല്ലതൊക്കെ കാണിച്ചു തരാം. ഇത് നോക്കിയേ, ഈ മൊബൈലിൻ്റെ ടോർച്ചിൻ്റെ വെട്ടം ഉള്ളത് കൊണ്ട് ഈ നാരങ്ങ വേറൊരു കളറായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ടോർച്ചിൻ്റെ വെട്ടത്തിലായാലും ഇങ്ങനെ കളറ് നല്ല കളറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് കേട്ടോ.